വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഇന്ന് ഓഗസ്റ്റ് മാസം 24-ാം തീയതിയാണ്, പുരാണമാണ്. പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ച സൂപ്പർ മൺഡേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും ചൂട് വാർത്തയും വാർത്താ വിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ. സമയം 9 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രേക്ഷകൻ പറയുന്നു, ഇപ്പോൾ കടയിൽ പഞ്ചസാര വാങ്ങാൻ പോയതേ ഉള്ളൂ, കിലോയ്ക്ക് 70 രൂപ. എന്താല്ലേ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഷിഹാബ്, 70 രൂപയായി പഞ്ചസാരയ്ക്ക് എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ശർക്കരയുടെ വിലയും അല്പം കൂടിയിട്ടുണ്ട്. കരിമ്പ് വാറ്റി പെട്രോളിൽ കലക്കട്ടെ, പഞ്ചസാരയ്ക്ക് വില കുറയും എന്ന് ഉണ്ണി ഭാവ എന്ന പ്രേക്ഷകൻ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, BJP വിട്ടതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ ഗുരുതര വിമർശനവുമായി നമ്മുടെ നടൻ ദേവൻ. മണ്ഡലത്തിൽ മുൻകൂട്ടി ചെലവാക്കേണ്ട തുക നേതാക്കൾ വീതിച്ചെടുക്കുന്നു എന്നതാണ് പാർട്ടിയിലെ രീതി. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അവസാനിക്കാൻ 15 ദിവസം മുൻപ് കള്ളപ്പണം ചെലവഴിക്കുമെന്നും ദേവൻ ആരോപിച്ചു. TVK കേരളത്തിൽ നിർണായക ശക്തിയാകുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ TVKയ്ക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ദേവൻ റിപ്പോർട്ടിനോട് വ്യക്തമാക്കി. ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടുവരാം. ഞാനിതിനകത്ത് ചേർന്നു എന്നല്ലാതെ ബി ജെ പി എന്ന കേരള BJP എന്നെ അവരിലേക്ക് അടുപ്പിച്ചിട്ടില്ല. ഒരു അൺടച്ചബിലിറ്റി എനിക്കുണ്ടായിരുന്നു. എലക്ഷൻ അനൗൺസ് ചെയ്യുമ്പോഴാണ്, ഈ 15 ദിവസത്തിനുള്ളിലാണ് ഈ ബ്ലാക്ക് മണി മുഴുവനും വരുന്നത്. മനസ്സിലല്ലേ? ആ പണം ക്യാമ്പയിൻ സമയത്ത് 15 ദിവസമുള്ളൂ. ആ 15 ദിവസമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ 3 കോടി 5 കോടിയൊക്കെ ചെലവ് ചെയ്യുന്നത്. ഇതിൽ 15 ദിവസങ്ങൾ ഒരു 5 കോടി വരുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ രാഷ്ട്രീയക്കാർ ഒരു മാക്സിമം 50 ലക്ഷം രൂപ ചെലവ് ചെയ്യുന്നുള്ളൂ. അറിയാമോ നിങ്ങൾക്കത്? എനിക്കറിയാം. 15 ദിവസത്തിനുള്ളിൽ ഇവർക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഇവർ മുഴുവൻ 50 ലക്ഷം രൂപ ഇവർ ചെലവ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവനും ഇവർ ഷെയർ ചെയ്യാണ് എമംഗ് ദി ലീഡേഴ്സ്. TVK എന്ന് പറയുന്ന പാർട്ടിയിൽ ഞാൻ വരികയാണെങ്കിൽ ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവിടെ. കാരണം ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ലേ, ഫ്രഷ് ചാൻസിനെ എടുക്കുള്ളൂ. ഓൾറെഡി എക്സ്പീരിയൻസ് ആയിട്ട് പൊളിറ്റീഷ്യൻസിനെ ഞാൻ എടുക്കില്ല. തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ നാഷണൽ ലെവലിലേക്ക് ഈ പാർട്ടിനെ കൊണ്ടുവരാനാണ് വിജയന്റെ ഉദ്ദേശം. അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം TVK ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടോ? കേരളത്തിലുണ്ടാവും, ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും 2031 ഇപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരിക. അതിനുള്ളിൽ നമുക്ക് വലിയൊരു സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 5 വർഷം സമയമുണ്ട്. ഓക്കെ, ഇതാണ് TVKയിലേക്ക് പോകുന്ന ദേവൻ പറയുന്നൊരു കാര്യം. ദേവൻ TVKയുടെ മുഖമായിട്ട് വരുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, സമയം 9:34. ദേവൻ ഇപ്പോഴാണ് മനസ്സിലായത് കേരളത്തിൽ തൽക്കാലം താമര കുളത്തിലേ വിരിയുകയുള്ളൂ എന്നുള്ളത്. അത് പറയാൻ പറ്റൂല. 3 താമര നമ്മുടെ നിയമസഭയിൽ ഇരിപ്പുണ്ട്.